നമസ്കാരം. സഹകാരി PSCയിലെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും ഒരു പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖലകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. നമ്മൾ വീണ്ടും കുറച്ച് പഴയ ചോദ്യങ്ങൾ, അതായത് പ്രീവിയസ് ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്കടുത്ത ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്. കാരണം റിപ്പീറ്റ് ചെയ്ത് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സങ്കര ഇനങ്ങൾ. നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ഷുഗർ കെയിൻ എന്താണ്? കരിമ്പ് എന്ന് പറയുമ്പോഴേ മധുരമാണല്ലോ. അപ്പം മധുരം വരുന്നതെല്ലാം ഓർക്കുക. കരിമ്പ്, മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം. കണ്ടോ? അതായത് കരിമ്പ്, മാധുരി, മധുരിമ, മധുമതി, തിരുമധുരം. വ്യക്തമല്ലേ? ഇനി നമ്മുടെ ചുവന്ന ചീര, റെഡ് സ്പിനാച്ച്. ചുവന്ന ചീര എന്ന് പറയുമ്പോൾ ചുവന്ന കളറിലാണ് ഈ ചീര. രണ്ട് ടൈപ്പ് ചീരയുണ്ടല്ലോ, ചുവപ്പും പച്ചയും. ചുവന്ന ചീര എന്ന് പറയുമ്പോൾ ചുവന്ന, കണ്ണ് ചുവക്കും അല്ലേ? കണ്ണ് അതിൽ കാണും. കണ്ണാറ ലോക്കൽ. ആരെ കണ്ണ് ചുവന്നു? അരുണിൻ്റെ. അപ്പോൾ കണ്ണാറ ലോക്കൽ അരുൺ. അരുണിൻ്റെ കണ്ണ് ചുവക്കുമ്പോൾ കൃഷ്ണമണി ചുവക്കില്ലേ? കൃഷ്ണശ്രീ. അതായത് കണ്ണാറ ലോക്കൽ അരുൺ, കൃഷ്ണശ്രീ. ചുവന്ന ചീര. പച്ചച്ചീര എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? രേണുശ്രീയും മോഹിനിയുമാണ് പച്ചച്ചീര. വ്യക്തമല്ലേ? അടുത്ത നോക്കാം. നമ്മുടെ ലേഡീസ് ഫിംഗർ, വെണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. അതായത് രണ്ട് വെണ്ട നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ എന്തുപോലെ തോന്നും? ഒരു ആനക്കൊമ്പ് പോലെ തോന്നത്തില്ലേ? രണ്ട് വെണ്ട നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ആനക്കൊമ്പ്. അപ്പോൾ ആനക്കൊമ്പൻ. കണ്ടോ? വെണ്ട ആനക്കൊമ്പൻ. ആനക്കൊമ്പൻ്റെ പേരെന്താണ്? കിരൺ എന്ന പയ്യൻ. ആനക്കൊമ്പൻ കിരൺ. അവൻ നല്ല പയ്യനാണ്, നല്ല സൽകീർത്തിയാണ് അവന്. നല്ല സ്ഥിരമായ ഒരു സ്വഭാവമുള്ള പയ്യനാണ്. പക്ഷേ അനാമിക എന്നൊരു പെണ്ണുമായിട്ട് എന്തായിരുന്നു? പുസ സവാനിയായിരുന്നു എന്ന് ഓർക്കണേ. അപ്പോൾ വീട്ടുകാരിതറിഞ്ഞ് അങ്ങ് ബന്ധം അറുത്തുവിട്ടു. അതായത് വെണ്ട എന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം രണ്ട് വെണ്ട, ആനക്കൊമ്പ്. അപ്പോൾ ആനക്കൊമ്പൻ. ആരാണ് ആനക്കൊമ്പൻ? കിരൺ ആനക്കൊമ്പന് നല്ല സ്വഭാവം, നല്ല പേരാണെന്ന് പറഞ്ഞില്ലേ? സൽകീർത്തി. കണ്ട? സ്ഥിരമായ സ്വഭാവം, സുസ്ഥിര. കണ്ട? സുസ്ഥിരമായ സ്വഭാവം. പുസ സവാനി. മറക്കേ ചെയ്യരുത്. അനാമിക. അപ്പം നമ്മൾ ബന്ധം അറുത്തുവിട്ടെന്ന് പറഞ്ഞില്ലേ? അർക്ക. ഓർത്തോണേ. അനാമിക കഴിഞ്ഞാൽ അർക്ക. കേട്ടോ? അറുത്തുവിട്ടു. അർക്കയും നമ്മുടെ ഏത് തന്നെയാണ്? വെണ്ട തന്നെയാണ്. ഇനി അടുത്തത് നമ്മുടെ പാവയ്ക്കയില്ലേ? ബിറ്റർ ഗാർഡ്, പാവയ്ക്ക. പാവലൊരു പാവമില്ലേ? പാവപ്പെട്ട 3 സിസ്റ്റേഴ്സിനെ ഓർത്താൽ മതി. പ്രിയ, പ്രീതി, പ്രിയങ്ക. പാവപ്പെട്ട 3 സിസ്റ്റേഴ്സ് ആരാണ്? പ്രിയ, പ്രീതി, പ്രിയങ്കയാണ്. പാവൽ, പ്രിയ, പ്രീതി, പ്രിയങ്ക. ഇനി മുളക്, നമ്മുടെ പച്ചമുളക്, ചില്ലി മുളക്, പച്ചമുളക്. ഈ മുളക് കടിക്കുമ്പോൾ നമുക്ക് ഉജ്ജ്വലമാകും അല്ലേ? മുഖം ചുവക്കും, ജ്വാലാമുഖിയാകും, ജ്വാലാസഖിയാകും. ചിലവരിങ്ങനെ മുളക് കടിച്ചിട്ട് നമ്മളിങ്ങനെ എരിവെന്ന് പറയത്തില്ലേ? അപ്പോൾ അനുഗ്രഹം വന്ന് തുള്ളിക്കണം കേട്ടോ. അതായത് മുളകെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം ചില്ലി. ഉജ്ജ്വലയുണ്ട്, ജ്വാലാമുഖിയുണ്ട്, ജ്വാലാസഖിയുണ്ട്, അനുഗ്രഹയുണ്ട്, സമൃദ്ധി. എല്ലായിടത്തും സമൃദ്ധമായിട്ട് മുളകുണ്ട്, സമൃദ്ധിയുണ്ട്. വെള്ളായണിക്കാരിറക്കിയ മുളകാണ് വെള്ളായണി അതുല്യ. വ്യക്തമല്ലേ? ഇനി അടുത്തത് പയറാണ്, പച്ചപ്പയർ. അപ്പോൾ നമ്മളിങ്ങനെ ഓർത്തത് പയർ എന്നൊക്കെ വരുമ്പോഴേ നമ്മൾ പറയാറില്ലേ? പയറ് പോലത്തെ പെൺകുട്ടികൾ, നല്ല പയറ് പോലത്തെ കിടുക്കം പെൺപിള്ളേർ എന്ന് പറയൂലേ? അതായത് ഇങ്ങനെ ഓർത്താൽ പയറ് പോലത്തെ 4 പെൺപിള്ളേർ നടന്നു വരുവാണ്. അവരുടെ പേരാണ് ശാരിക, മാലിക, ഗീതിക, ജ്യോതിക. ആരാണ്? ശാരിക, മാലിക, ഗീതിക, ജ്യോതിക. ജ്യോതികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ളായണിക്കാരിറക്കിയതാണ് വെള്ളായണി, ജ്യോതിക. അപ്പം നടന്നു വരുവാണ്. അവരൊരു ബസ് സ്റ്റോപ്പിൽ വരുവാണെന്ന് വിചാരിക്കാം, ബസ്സിന് വേണ്ടി പോകാൻ. പച്ചപ്പയറാണേ പഠിക്കുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ബോർഡ്, ബസ് വരുവാണ്, പച്ച ബസ്സിൻ്റെ ബോർഡ് KMV 1 എന്ന് ഓർത്തോണം. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ ഈ ബസ് കാത്ത് ഈ പിള്ളേർ നിൽക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊരു ലോട്ടറി കടയുണ്ട്. ലോട്ടറി കടക്കാരൻ, ഏജൻറ്റ്, ആ പയ്യൻ്റെ പേരാണ് ലോലൻ. എന്താണ്? ലോലൻ. കണ്ടോ? ലോല പയറാണ്. അവൻ ഈ പെമ്പിള്ളേരെ കാണുമ്പം ഒരു ഇളക്കം കാണുമല്ലോ. അപ്പം എന്ത് വിളിച്ചു? വരൂ ഒന്നെടുക്കൂ, ഭാഗ്യലക്ഷ്മി കൂടെ വരും. അതായത് ഇങ്ങനെ ഓർത്താൽ മതി. 4 പെമ്പിള്ളേർ, പയറ് പോലത്തെ പെമ്പിള്ളേർ. ആരൊക്കെയാണ്? ശാരിക, മാലിക, ഗീതിക, ജ്യോതിക. ജ്യോതികയ്ക്ക് പ്രത്യേകത വെള്ളായണി ജ്യോതിക എന്ന് ഞാൻ പറഞ്ഞു. ഇനി നടന്ന് എവിടെ വന്നു നിന്നു? ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ ബസ് കാത്ത് നിൽക്കണം. ബസ്സിൻ്റെ ബോർഡ് KMV 1. ബസ് സ്റ്റോപ്പിൽ നമ്മുടെ ലോട്ടറിക്കാരൻ വിളിക്കുന്നു, ലോലൻ വിളിക്കുന്നു, ലോല. കണ്ട? ലോല എന്ത് പറഞ്ഞു? ഒന്നെടുക്കൂ, ഭാഗ്യലക്ഷ്മി വരും. ഭാഗ്യലക്ഷ്മി പയറാണ്. വൈജയന്തി പയറാണ്. വ്യക്തമല്ലേ? ടൊമാറ്റോ, നമ്മളെ തക്കാളി എന്ന് പറയുമ്പോൾ ശക്തി, മുക്തി, മനുലക്ഷ്മി, മനുപ്രഭ, അനഘ, വെള്ളായണി, വിജയ്. ഓർമ്മയുണ്ടോ? നമ്മളൊരു വെറും വിജയ് പറഞ്ഞു. വെള്ളാനിക്കര, നമ്മളെ തൃശ്ശൂർ സർവകലാശാല വെള്ളാനിക്കര
അവരിറക്കിയ കുരുമുളകിൻ്റെ പേര് വിജയ് എന്ന് പഠിച്ചില്ലേ നമ്മൾ? ഇത് വെള്ളായണി വിജയ് തക്കാളിയാണ്. അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞാൽ ശക്തിയുണ്ട്, മുക്തിയുണ്ട്, മനുലക്ഷ്മിയുണ്ട്, മനുപ്രഭയുണ്ട്, അതുപോലെ തന്നെ അനഘയുണ്ട്, വെള്ളായണി വിജയ്. ഇതൊക്കെയാണ് ശക്തി, മുക്തി, മനുലക്ഷ്മി, മനുപ്രഭ, അനഘ, വെള്ളായണി വിജയ്, തക്കാളി. വ്യക്തമല്ലേ? അടുത്തതാണ് നമ്മുടെ സീസേം എന്ന് പറഞ്ഞാൽ എള്ള്. എള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം എള്ള്. ഈ എള്ള് നിങ്ങൾ ഓർക്കാൻ എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞു, എള്ള് കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോടാ. എള്ള് എടാ, എള്ളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൂടുതലും ബലികർമ്മങ്ങൾക്ക് എള്ള് ഉപയോഗിക്കും അല്ലേ? ബലികർമ്മങ്ങൾക്ക് എള്ളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബലികർമ്മം നടത്തുന്ന ആൾക്കാർ ആദ്യം കുളത്തിൽ മുങ്ങി കുളിച്ച് ഈറനോടെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ കുളം അതിൽ കാണും, കായംകുളം 1 കണ്ടോ, കായംകുളം 1. കുളത്തിൽ മുങ്ങി കുളിച്ച് വന്നിരിക്കുന്നവർ സൂര്യഭഗവാനെയും ചന്ദ്രഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പം സൂര്യ അതിലുണ്ട്, സൂര്യ. ചന്ദ്രൻ സോമ, കണ്ടോ, സോമയും ഉണ്ട് സൂര്യയും ഉണ്ട്. എന്നിട്ട് ഈ എള്ള് വെച്ച് ഇവർ ചെയ്യുന്ന ഈ കർമ്മം എന്താണ്? തിലക് ഹോമമല്ലേ? തിലക്, തിലക്, തിലക് ധാര, തിലക് റാണി, തിലോത്തമ. തിലക് വരുന്നതെല്ലാം എള്ളാണ്. തിലക്, തിലക് ധാര, തിലക് റാണി, തിലോത്തമ എള്ളിൻ്റെ സങ്കരയിനങ്ങളാണ്. ഇനി ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ അവർ ഈറനോട് വന്നിരുന്നവരല്ലേ? ആ ഈറൻ തുണി അയയിൽ അയച്ചിടണം. അയലി ഏതാണ്? അയലി. ഇത് ഇത്രയും എള്ളിൻ്റെ സങ്കരയിനങ്ങളാണ്, മറന്നേ പോവരുത്. എള്ളെന്ന് പറയുമ്പോൾ മനസ്സിൽ വരേണ്ട പോയിന്റുകൾ. എള്ള് ഞാൻ പറഞ്ഞത് കായംകുളം, കുളം കാണും. കായംകുളം 1 വന്നിരുന്നു. സൂര്യനുണ്ട്, സോമയുണ്ട്, സൂര്യ സോമ ചെയ്യുന്ന ഇത് തിലക്, തിലക് ധാര, തിലക് റാണി, തിലോത്തമ. ഇതെല്ലാം കഴിഞ്ഞ് അയലി ഓർത്തോണം. ഇനി വാട്ടർ മെലൺ, തണ്ണിമത്തൻ. തണ്ണിമത്തൻ എന്ന് പറയുമ്പോൾ കണ്ടോ ഒരു കുഞ്ഞു ബേബിയെ പോലെയാണ് നമ്മളിരിക്കുന്നത് അല്ലെ? ഉരുണ്ട് അല്ലെ? നമ്മൾ 2 കൈ നീട്ടിയല്ലേ വാങ്ങുന്നത്? ഷുഗർ ബേബിയാണ്, ഷുഗർ ബേബി. എന്നിട്ട് നമ്മൾ 2ആയിട്ട് അറുത്ത് മാറ്റും അല്ലേ? അർക്കജ്യോതി, ഷുഗർ ബേബി, അർക്കജ്യോതി. എന്താണ്? തണ്ണിമത്തനാണ്. ഇനി പപ്പായ. പപ്പായ ഇല്ലേ? പപ്പായ. അപ്പോൾ അതായത് കപ്പയ്ക്ക എന്നൊക്കെ നമ്മളിവിടെ പറയും അല്ലേ? അപ്പോൾ പപ്പായ, പപ്പായ അതിൽ തന്നെ ഉണ്ട് പപ്പായ, പപ്പായ. പപ്പായ ഫ്രം പഞ്ചാബ്. പഞ്ചാബിൽ നിന്ന് പപ്പായയും കൊണ്ട് പപ്പ വരുവാണ്. പഞ്ചാബിൽ നിന്ന് പപ്പായയും കൊണ്ട് വരുന്ന പപ്പായ, പപ്പായ ഫ്രം പഞ്ചാബ്. പഞ്ചാബിൽ നിന്ന് നമ്മുടെ പപ്പായയും കൊണ്ട് വരുവാണ്. അപ്പോൾ ആ പപ്പായ നമ്മൾ വാഷ് ചെയ്യാതെ കഴിക്കൂ? വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നല്ല പഴുത്ത പപ്പായ മുറിക്കുമ്പോൾ അതിൻ്റെ അകം നല്ല ഹണിയുടെ കളറാണ്, ഗോൾഡൻ കളർ അല്ലേ? ഹണിയുടെ കളറാണ്. അതായത് പപ്പായ എന്ന് പറയുമ്പോഴേ പപ്പായ ഫ്രം പഞ്ചാബ്. പഞ്ചാബ് ജെയിൻറ്റ് പപ്പായാണ്. വാഷ് ചെയ്യണം. വാഷിംഗ്ടൺ പപ്പായാണ്. അകം ഹണിയുടെ കളർ, ഹണി ഡ്യൂ പപ്പായാണ്. അടുത്തത് ഡ്രം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ മുരിങ്ങ. മുരിങ്ങ അനുപമ. മുരിങ്ങ ഒറ്റ ഇതേ ഉള്ളൂ, അനുപമ മുരിങ്ങയാണ്. അനുപമ മുരിങ്ങയാണ്. വ്യക്തമല്ലേ? അടുത്തത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്, ചക്ക. ചക്ക സിന്ദൂർ, കണ്ടോ? സിന്ദൂർ ചക്കയാണ്. സിന്ദൂർ ചക്കയാണ്. അതിൽ പറയാനൊരു കോഡുണ്ട്, പക്ഷേ അതായത് ഞാൻ എന്നാലും പറയാം. മോനെ ചക്ക, ചക്കയിൽ കണ്ടടാ ചക്കപ്പഴം, ചക്കക്കുരു, ചക്ക അവിയൽ, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്. ഇതൊക്കെ നമ്മൾ കഴിക്കൂലേ മോനെ? ചക്ക കൂടുതൽ കഴിക്കുമ്പോഴേ ഒരു ചൊല്ല് പറയില്ലടാ വയറിന് കേടാണെന്ന്. നോക്ക് മോനെ, സിന്ദൂർ. കണ്ടോ? അത് സംഭവിക്കും. കണ്ടോ? ആ ലാസ്റ്റത്തെ വാക്ക് നോക്കി, അതാണ് അതിൽ കണ്ടോ? അതിന് കറക്റ്റ് ആപ്റ്റായിട്ടുള്ളത് നമ്മുടെ ചക്കയല്ലേ? ഓർത്താൽ മതി, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. സിന്ദൂർ ചക്കയാണ്. ക്ലിയർ അല്ലേ? ഇനി ക്യാബേജ്. ക്യാബേജ് എന്ന് പറയുമ്പോഴേ ഹരി റാണിയാണ് ക്യാബേജ്. കണ്ടോ? അതായത് പച്ച കളറിലെ ഇരിക്കുന്ന ഹരി റാണി ക്യാബേജ്. വൈറ്റ് ട്രഷറാണ് ക്യാബേജ്. സ്നോ പേളാണ് ക്യാബേജ്. ഒരു സ്നോ പേൾ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ട്രഷർ ക്യാബേജ്, സ്നോ പേൾ ക്യാബേജ്, ഹരി റാണി ക്യാബേജ്. അടുത്ത പടവലമാണ്. പടവലം, സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ പടവലമാണ്. പടവലം എന്ന് പറയുമ്പോൾ അതിലൊരു പടമില്ലേ? പടം വരയ്ക്കണം അല്ലേ? ആരാണ് പടം വരയ്ക്കുന്നത്? ബേബിയാണ്, കുഞ്ഞുമക്കൾ, ബേബി. പടവലം, പടം കൊണ്ട് ബേബി വരയ്ക്കുവാണ്. ബേബി പടം വരയ്ക്കണമെങ്കിൽ ഹരിശ്രീ കുറിച്ച ബേബി ആയിരിക്കുമല്ലോ. നമ്മൾ ഹരിശ്രീ കുറിക്കണമല്ലോ. അപ്പോൾ ഹരിശ്രീ കുറിച്ച ബേബി പടവലം. പടം വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കി നിൽക്കും? കൗമുദത്തോടെ, കൗമുദി. അപ്പോൾ ഹരിശ്രീ, ബേബി, പടവലം. പടം വരച്ചപ്പം നമ്മളെങ്ങനെ നോക്കി നിന്ന്? കൗമുദി, കൗമുദത്തോടെ. ഹരിശ്രീ, ബേബി, പടവലം, കൗമുദി. അടുത്ത കറുവാപ്പട്ട. കണ്ടോ? സിനമോനാണ് നമ്മുടെ കറുവാപ്പട്ട, അതായത് സുഗന്ധിനിയാണ്. മണത്തിനല്ലേ കറുവാപ്പട്ട? കറുവാപ്പട്ട സുഗന്ധിനി, മണത്തിനാണല്ലോ സുഗന്ധത്തിന് വിടുന്നത്. കറുവാപ്പട്ട ഓർത്താൽ മതി. അടുത്ത വെള്ളരി. വെള്ളരി, കുക്കുംബർ, നമ്മുടെ വെള്ളരിക്ക. വെള്ളരിക്ക മുരിക്കോട് ലോക്കലും സൗഭാഗ്യം. വെള്ളരിക്ക മുരിക്കോട് ലോക്കലും സൗഭാഗ്യമാണ്. വെള്ളരി മുരിക്കോട്, മുരിക്കോടാണേ.
മുരിക്കോട് ലോക്കലും സൗഭാഗ്യം. മുരിക്കോട് ലോക്കലും സൗഭാഗ്യമാണ്. അടുത്ത നമ്മുടെ ഗോതമ്പ്. ഗോതമ്പ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. കല്യാൺ സോന, സൊണാലിക. കല്യാൺ സോന, സൊണാലിക. ഇത് രണ്ടും റിപ്പീറ്റഡ് ചോദ്യമാണ്. കല്യാൺ സോന, സൊണാലിക ഗോതമ്പാണ്. അർജുൻ, ഗിരിജ, ശേഖർ, ബിത്തൂർ, RR21. അർജുൻ, ഗിരിജ, ശേഖർ, ബിത്തൂർ, RR21. ഇതെല്ലാം നമ്മുടെ എന്താണ് ഗോതമ്പാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ ചോദിച്ചിട്ടില്ല, എന്നാലും തന്നിരിക്കുന്നതേ ഉള്ളൂ. ഇന്ദു, താര, KAU ലോക്കൽ. കുമ്പളങ്ങ, ഇന്ദു, താര, KAU ലോക്കൽ. കോട്ടൺ ഉണ്ട്, പരുത്തി. നമ്മുടെ കോട്ടൺ സാരി ഉടുക്കുന്ന 2 പെണ്ണുങ്ങളുടെ പേര് ഓർത്താൽ മതി. കോട്ടൺ എന്ന് പറയുമ്പോൾ പരുത്തി. കോട്ടൺ സാരി ഉടുത്തവർ സുജാതയും സവിതയുമാണ്. അടുത്ത നമ്മുടെ പോമഗ്രാനറ്റ്, മാതളം എന്ന് പറയും. ഈ മാതളം നമുക്കറിയാം, വില കൂടിയതാണല്ലേ മാതളത്തിൻ്റെ അകം ഒരു റെഡിഷ് കളറാണ്, റൂബി സ്റ്റോണിൻ്റെ കളറാണ്. ഓർക്കുക, റൂബി സ്റ്റോൺ കണ്ടോ, റൂബി അതിലുണ്ട്. അപ്പോൾ മാതളം റൂബി ഉണ്ട്. റൂബി മനസ്സിൽ വരണം കണ്ടോ, റൂബി. അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്ന് റൂബി. ഓർക്കുക, റൂബി, മസ്കറ്റ്, ഗണേഷ്, ധോൽക്ക. റൂബി, മസ്കറ്റ്, ഗണേഷ്, ധോൽക്ക. മാതളം ഒന്നുകൂടെ പറഞ്ഞ്, റൂബി, മസ്കറ്റ്, ഗണേഷ്, ധോൽക്ക. വ്യക്തമല്ലേ? അടുത്തത് നമ്മുടെ വഴുതനങ്ങ നമുക്കറിയാം, നീല കളറുമുണ്ട്, പച്ച കളറുമുണ്ട് അല്ലേ. നീലിമ, ഹരിത, പച്ച കളർ ഹരിത, നീലിമ, ഹരിത, ശ്വേത, സൂര്യ. കണ്ടോ, വഴുതനങ്ങയുടെ സങ്കരയിനങ്ങളാണ് നീലിമ, ഹരിത, നമ്മുടെ ശ്വേത, സൂര്യ. നീലിമ, ഹരിത, ശ്വേത, സൂര്യ. അടുത്തത് നമ്മുടെ പീച്ചിങ്ങ ഒരു പച്ച കളറിൽ നീണ്ട് ഇരിക്കുന്ന വെജിറ്റബിൾ തന്നെയാണ് പീച്ചിങ്ങ ഹരിതയാണ്. റബ്ബർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. GT1 PSC ചോദിച്ചാണ്. GT1 PB86 PR17. GT1 PB86 PR17. മഷ്റൂം ഉണ്ട്. നമ്മുടെ മഷ്റൂം കൂണെന്ന് പറയുമ്പോൾ അനന്തൻ വരണം. അനന്തൻ, ഭീമ, ഓയിസ്റ്റർ മഷ്റൂം കിട്ടും, കാരണം ഓൾറെഡി അതിൽ മഷ്റൂം ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ വരണം അനന്തൻ, ഭീമ, ഓയിസ്റ്റർ മഷ്റൂം. കൂണാണേ. അടുത്ത പംകിൻ, തണ്ണിമത്തൻ, അമ്പിളിയാണ്, അർക്കചന്ദ്രനാണ്, അർക്കസൂര്യമുഖിയാണ്, സൂരജാണ്, സുവർണയാണ്, സ്വലനാണ്. കണ്ടോ, അതായത് അമ്പിളി, അർക്കചന്ദ്രൻ, അർക്കസൂര്യമുഖി എല്ലാം ഒരു സൂര്യനും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ മത്തങ്ങ ഇരിക്കുന്ന മത്തനാണേ. മത്തൻ ഓർക്കുക, തണ്ണിമത്തനല്ല, തണ്ണിമത്തൻ ഷുഗർ ബേബിയാണ്. ഇത് പംകിൻ, മത്തങ്ങയാണ്. മത്തൻ, അമ്പിളിയുണ്ട്, അർക്കസൂര്യമുഖി, അർക്കചന്ദ്രൻ ഓർക്കുക, അർക്കചന്ദ്രൻ, അർക്കസൂര്യമുഖി, സൂരജ്, സുവർണ, സ്വലൻ. ഇനി അടുത്തത് നമ്മുടെ ഇഞ്ചിക്ക് ആതിര, അശ്വതി, കാർത്തിക, ചിത്ര, ചന്ദ്ര ഇതെല്ലാം ഉണ്ടെങ്കിലും PSC ചോദിച്ചത് സുപ്രഭ, സുരുചി, വരദ. ഓർക്കണേ, അതായത് നമ്മുടെ ഇഞ്ചിക്ക് ഏതൊക്കെയാണ് ഇഞ്ചിയുടെ സങ്കരയിനങ്ങൾ? ആതിരയുണ്ട്, അശ്വതിയുണ്ട്, കാർത്തികയുണ്ട്. ആതിര, അശ്വതി, കാർത്തിക, ചിത്ര, ചന്ദ്ര ഒക്കെ ഉണ്ടെങ്കിലും സുപ്രഭ, സുരുചി, വരദ മറന്നു പോരുത്. ഇനി അടുത്ത് നമ്മുടെ അടയ്ക്ക, നമ്മളെ പാക്കെന്ന് പറയും. അടയ്ക്ക എന്ന് കാണുമ്പോഴും നമ്മളെല്ലാം മംഗളകാര്യത്തിനല്ലേ അടയ്ക്ക കൊടുക്കുന്നത്. വെറ്റിലയിൽ അടയ്ക്ക വെച്ച് കൊടുക്കുന്ന മംഗളകാര്യത്തിനാണ്. മംഗളം വരുന്നതെല്ലാം അടയ്ക്കയാണ്. കണ്ടോ, മംഗള, സുമംഗള, ശ്രീമംഗള, സ്വർണ്ണമംഗള, മോഹിത് നഗർ. ഒന്നുകൂടെ, മംഗള, സുമംഗള, ശ്രീമംഗള, സ്വർണ്ണമംഗള, മോഹിത് നഗർ. വ്യക്തമല്ലേ? ഇനി നോക്ക്, നമ്മുടെ ഇത് ഇത്രയും നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് സങ്കര ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞത്, തീർന്നില്ല. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം നമ്മുടെ കാസർഗോഡ് നീലേശ്വരമാണ്. ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിൻ തോട്ടം. മനില ഫിലിപ്പൈൻസ് തെങ്ങിൻ കൊട്ടാരം മനില ഫിലിപ്പൈൻസ് ആണേ, അതൊന്നും അല്ല. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം എന്ന് കണ്ടാൽ ഉത്തരം അത് നമ്മുടെ കാസർഗോഡ് നീലേശ്വരമാണ്. അവിടെ പുറത്ത്, അതായത് നീലേശ്വരം കുള്ളൻ എന്ന് പറയുന്നത് ചെന്തെങ്ങാണ്. ചെന്തെങ്ങിന് വളരെ ഫേമസ് ആണ്. ഡോഫ് ഇനത്തിൽപ്പെട്ട കുള്ളൻ ടൈപ്പ് ചെന്തെങ്ങാണ് നീലേശ്വരം കുള്ളൻ. വ്യക്തമല്ലേ? മറന്നുപോകരുത്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം. മെയിനായിട്ടുള്ളത് നമുക്കറിയാം, അന്താരാഷ്ട്ര നെല്ലു വർഷം എന്ന് പറയുന്നത്, നെല്ലിലൊരു 4 ഉണ്ടേ, 2004. ഓർക്കുക, നെല്ല് 4, 2004. അന്താരാഷ്ട്ര നെല്ലു വർഷം 2004 സെൻട്രൽ റൈസ് റിസർച്ച്, അതായത് മെയിൻ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷയാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയും ചോദിച്ചാൽ കട്ടക്ക്, ഒഡീഷയാണ്. നമ്മുടെ കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ 4 ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനത്തിൽ പാലക്കാടല്ലേ.
പട്ടാമ്പി പാലക്കാട് ഓർക്കുക. അടുത്ത 2ാം സ്ഥാനം ആലപ്പുഴക്കാരാണ്. അപ്പോൾ ആലപ്പുഴയിൽ 2 എണ്ണമുണ്ട്, ഒന്ന് മങ്കൊമ്പും ഒന്ന് കായംകുളവും. അതിൽ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഇപ്പോൾ MS സ്വാമിനാഥൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം MS സ്വാമിനാഥൻ റൈസ് റിസർച്ച് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്, ആലപ്പുഴയിലാണ്. പിന്നെ കായംകുളത്തൊരെണ്ണമുണ്ട്, കായംകുളം നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രമുണ്ട്. പിന്നെ വൈറ്റില എറണാകുളത്തുണ്ട്. ഇനി കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്. മെയിൻ കേന്ദ്രം നമ്മുടെ ഇപ്പം പറഞ്ഞ നെല്ലാണ്. ഇനി അടുത്ത തെങ്ങ്, നമ്മുടെ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാണ്. മെയിൻ സെൻട്രൽ കോക്കനട്ട് കേന്ദ്ര നാളികേരം കിടക്കുന്ന കായംകുളം ആലപ്പുഴയാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാന നാളികേരം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് കട്ടച്ചാൽ കുഴി എന്ന സ്ഥലത്താണ്. അതായത് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴയും സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് കട്ടച്ചാൽ കുഴി എന്ന സ്ഥലത്താണ്. അടുത്തത് നമ്മുടെ നാളികേര വികസന ബോർഡുണ്ട്, അതായത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് കൊച്ചിയിലാണ് ഇരിക്കുന്നത്. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ആസ്ഥാനം കൊച്ചിയാണ്. ബയോ കോക്കനട്ട് പാർക്കുണ്ട്, നാളികേര ജൈവ ഉദ്യാനം എന്ന് മലയാളത്തിൽ പറയും. അത് കുറ്റ്യാടി കോഴിക്കോടാണ് ഇരിക്കുന്നത്. ബയോ കോക്കനട്ട് പാർക്ക് കുറ്റ്യാടി കോഴിക്കോടാണ്. ഇനി കോക്കനട്ട് പ്രൊഡക്ഷൻ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇപ്പോൾ നിലവിൽ മലപ്പുറം ജില്ലയും 2ാം സ്ഥാനമാണ് കോഴിക്കോട് ജില്ല. നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ മലപ്പുറവും 2 കോഴിക്കോടുമാണ്. ഇനി നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ എല്ലാം വിളവെടുപ്പ്, അതായത് വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം എന്ന് PSC ചോദിച്ചു. ക്രോപ്പ് റിസർച്ച് സെൻറ്റർ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം നമ്മുടെ തിരുവനന്തപുരം കരമനയാണ്. കരമന തിരുവനന്തപുരത്താണ് വിളവെടുപ്പിൻ്റെ മെയിൻ കേന്ദ്രം കിടക്കുന്നത്. നമ്മുടെ രാജീവ് ഗാന്ധിയുടെ പേരിൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ ആസ്ഥാനം മേലാറന്നൂർ പൂജപ്പുര തിരുവനന്തപുരത്താണ്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പൂജപ്പുരയാണ്. പൂജപ്പുരയിൽ മേലാറന്നൂർ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ സെൻട്രൽ സോയിൽ ടെസ്റ്റ് സെൻറ്റർ, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രമെന്നോ കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രമെന്നോ ഒക്കെ ചോദിച്ചാൽ മണ്ണ് നമ്മുടെ തിരുവനന്തപുരം പാറോട്ടുകോണം എന്ന സ്ഥലത്താണ്. മണ്ണിൻ്റെ കേന്ദ്രം തിരുവനന്തപുരം പാറോട്ടുകോണം തിരുവനന്തപുരമാണ്. ഇനി റിപ്പീറ്റഡ് ചോദ്യമാണ് ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച്. എത്രയോ തവണ ചോദിച്ചതാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ പാലോട് തിരുവനന്തപുരത്താണ്. പാലോട് അവിടെ തന്നെയാണ് ടിഷ്യൂ കൾച്ചർ ഇരിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ ഗവേഷണ കേന്ദ്രവും പാലോട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരത്താണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ തിരുവനന്തപുരത്തും ഫാമിംഗ് റിസർച്ച് സിസ്റ്റം അല്ലെങ്കിൽ ഫാമിംഗ് സിസ്റ്റം മാനേജ്മെൻറ്റോ ഫാമിംഗ് റിസർച്ച് സ്റ്റേഷനോ ബ്യൂറോ കണ്ട കവടിയാർ. ഫാമിംഗ് റിസർച്ച് സ്റ്റേഷൻ, ഫാമിംഗ് റിസർച്ച് മാനേജ്മെൻറ്റ് അത് സദാനന്ദപുരം കൊല്ലമാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ റബ്ബർ ബോർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാം കോട്ടയം തന്നെയാണ്. എന്നാൽ റെപ്കോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. RUBCO റെപ്കോ, കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് പറഞ്ഞില്ലേ, സൊസൈറ്റി പറഞ്ഞില്ലേ, അത് കണ്ണൂരാണ്. എവിടെയാണ്? കണ്ണൂരാണ്. അതുപോലെ തന്നെ ഏത്തവാഴ, നമ്മുടെ വാഴയുടെ മെയിൻ കേന്ദ്രം അത് നമ്മൾ പറഞ്ഞതാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കൈതച്ചക്കയാണ്, നമ്മുടെ പൈനാപ്പിളിന് മെയിൻ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂരുണ്ട്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം മെയിൻ കേന്ദ്രം വെള്ളാനിക്കര തൃശ്ശൂരുണ്ട്. എന്നാൽ കൈതച്ചക്ക കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം നമ്മുടെ വാഴക്കുളം എറണാകുളമാണ്. അവിടെ പൈനാപ്പിളിൻ്റെ ചെറിയൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പൈനാപ്പിളുകൾ അല്ലെങ്കിൽ കൈതച്ചക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം വാഴക്കുളം എറണാകുളം ആയതുകൊണ്ട് പൈനാപ്പിൾ വില്ലേജ് എന്നാണ് നമ്മൾ വാഴക്കുളത്തിന് വിളിക്കുന്നത്. അതായത് കൈതച്ചക്ക ഗ്രാമം, പൈനാപ്പിൾ വില്ലേജ്, കൈതച്ചക്ക ഗ്രാമമാണ് വാഴക്കുളം. ഇനി നമ്മൾ അഗ്രികൾച്ചർ, നമ്മൾ കാർഷിക മേഖലയാണല്ലോ പഠിക്കുന്നത്. ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രം, അതായത് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണ്. എന്നാൽ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി തൃശ്ശൂരാണ്. കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശ്ശൂരുണ്ട്. കാർഷിക കോളേജ് മണ്ണുത്തിയിലുണ്ട്. വ്യക്തമല്ലേ? ഓർത്തോണം, മെയിൻ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയാണ്. മണ്ണുത്തി തൃശ്ശൂരാണ്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര തൃശ്ശൂരുണ്ട്. എന്നാൽ അഗ്രികൾച്ചറൽ കോളേജ് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിങ് കോളേജ് എവിടെയുണ്ട്? മണ്ണുത്തിയിലും ഉണ്ടെന്ന് ഓർക്കുക. ഇനി വനഗവേഷണ കേന്ദ്രം, നമ്മുടെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വനഗവേഷണ കേന്ദ്രം പീച്ചി തൃശ്ശൂരാണ്. എന്നാൽ
വനവികസന കോർപ്പറേഷൻ ഉണ്ട്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയമാണ്. ശ്രദ്ധിക്കണം, വന ഗവേഷണ കേന്ദ്രം പീച്ചി തൃശ്ശൂരാണെങ്കിൽ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇരിക്കുന്നത് വനവികസന കോർപ്പറേഷൻ കോട്ടയത്താണ്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ തിരുവനന്തപുരം വഴുതക്കാടാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം വഴുതക്കാടാണ്. ഫോറസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മുടെ അരിപ്പ തിരുവനന്തപുരത്താണ്, മറന്നേ പോകരുത്. അപ്പോൾ ഇത് ഇത്രയും ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് കേന്ദ്ര തോട്ടവിള, അതായത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് കേട്ടോ. CPCRI ഓർക്കണേ, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് സെന്റർ മെയിൻ ഇരിക്കുന്നത് കാസർഗോഡ് കുട്ലു. കേന്ദ്ര തോട്ടവിള, അതാണ് CPCRI എന്ന് നമ്മൾ പറയും ഷോർട്ട് ഫോമിൽ. സെൻട്രൽ പ്ലാന്റേഷൻ CPCRI എന്ന് പറഞ്ഞാൽ കണ്ടോ, CPCRI ഓർക്കണേ. CPCRI എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വ്യക്തമല്ലേ? കുട്ലു കാസർഗോഡ്. എന്നാൽ CTCRI ഉണ്ട്, നമ്മുടെ ട്യൂബർ ക്രോപ്സിൻ്റെ സെൻട്രൽ ട്യൂബർ ക്രോപ്സ്, അത് ശ്രീകാര്യം തിരുവനന്തപുരത്താണ്. ഇതിന് നമ്മൾ CTCRI എന്ന് പറയും കേട്ടോ. ടി വന്ന കണ്ടോ, ട്യൂബർ ക്രോപ്സ് വന്ന അത് നമ്മുടെ ശ്രീകാര്യം, നമ്മുടെ എവിടെയാണ്? തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. എന്നാൽ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് കണ്ടോ, പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങ് കണ്ടോ, കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഷിംല ഹിമാചൽ പ്രദേശ്. മറക്കേ ചെയ്യരുത്, അതായത് കേന്ദ്ര ഉരുളക്കിഴങ്ങ്, മറന്നു പോരുത്, ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് ഷിംല ഹിമാചൽ പ്രദേശാണ്. ഷിംല ഹിമാചൽ. അപ്പോൾ ശ്രദ്ധിക്കുക, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരമാണെങ്കിൽ കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംല ഹിമാചൽ പ്രദേശാണ്. ഇനി നമ്മുടെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച്, അതായത് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കിടക്കുന്നത് അയ്യപ്പൻകാവ് കൊച്ചിയാണ്. എന്നൊരു കുഫോസ് കണ്ടോ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് എവിടെ? നമ്മൾ പനങ്ങാട് കൊച്ചി. മറ്റത് മുകളിൽ കിടക്കുന്നത് ഫിഷറീസിൻ്റെ റിസർച്ചാണ് അയ്യപ്പൻകാവ് കൊച്ചി. ഇത് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ് നമ്മുടെ പനങ്ങാട് കൊച്ചി. വ്യക്തമല്ലേ? ഇനി സ്പൈസസ് പാർക്ക്, മെയിൻ സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കിയിലാണ്. PSC ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പൈസസ് പാർക്ക് അത് പുറ്റടി ഇടുക്കിയാണ്. അതിരിക്കുന്നത് തുടങ്ങനാട് എന്ന സ്ഥലത്താണ്. ഇടുക്കിയിലെ തുടങ്ങനാട്, പുറ്റടി ഇടുക്കി സ്പൈസസ് പാർക്ക് തുടങ്ങനാട് എന്ന് ഓർത്തോണേ. ഇനി സ്പൈസസ് ബോർഡ് ഇരിക്കുന്നത് പാലാരിവട്ടം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡ് പാലാരിവട്ടം കൊച്ചി. അവിടെ തന്നെയാണ് സ്പൈസസ് ഭവൻ, സുഗന്ധ ഭവൻ എന്ന് നമ്മൾ പറയും. സുഗന്ധ ഭവൻ തന്നെയാണ് പാലാരിവട്ടം കൊച്ചിയിലിരിക്കുന്നത്. സ്പൈസസ് റിസർച്ച് സെൻറ്റർ, അതായത് മെയിൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മൂഴിക്കൽ കോഴിക്കോടാണ്. മെയിൻ സുഗന്ധവിളയുടെ മെയിൻ കേന്ദ്രം, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മെയിൻ മൂഴിക്കൽ കോഴിക്കോടാണ്. നമ്മൾ പറഞ്ഞു IISR എന്ന് പറഞ്ഞില്ലേ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ്. ഓർത്തോണേ, അതായത് മൂഴിക്കൽ ഇരിക്കുന്നത് എന്താണ്? IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണ് ഇരിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ നമുക്കറിയാം ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടമാണ് കേരളം. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം ഇടുക്കിയാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം കേരളം, കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം നമ്മുടെ ഇടുക്കിയാണ്. ഇനി പുൽത്തൈലത്തിൻ്റെ ഗവേഷണ കേന്ദ്രം ഇരിക്കുന്നത് ഓടക്കാലി എറണാകുളമാണ് കേട്ടോ. പുൽത്തൈല ഗവേഷണ കേന്ദ്രത്തിന് പറയുന്നത് ആരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് റിസർച്ച് സ്റ്റേഷൻ ഇരിക്കുന്നത് അതാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളമാണ്. ഇനി ഏലത്തിൻ്റെ മെയിൻ ഏലം നമ്മൾ പറഞ്ഞു, സെൻട്രൽ കാർഡമൻ. മെയിൻ ഏലത്തിൻ്റെ കേന്ദ്രം മയിലാടുംപാറ ഇടുക്കിയാണെങ്കിൽ സംസ്ഥാന ഏലം പാമ്പാടുംപാറ ഇടുക്കിയാണ്.
ഏലത്തിൻ്റെ ലേല കേന്ദ്രം വണ്ടൻമേട് ഇടുക്കിയാണ്. ഏതാണ്? വണ്ടൻമേട് ഇടുക്കിയാണ്. അതായത് ഏലത്തിൻ്റെ മെയിൻ കേന്ദ്രം, മെയിൻ ഏലം കാർഡമം റിസർച്ച് സെൻറ്റർ മയിലാടുംപാറ, സ്റ്റേറ്റ് കാർഡമം റിസർച്ച് ഇരിക്കുന്നത് പാമ്പാടുംപാറ, എന്ന ഏലത്തിൻ്റെ ലേലം വിളിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ സെൻറ്ററിലെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുന്നത് അത് വണ്ടൻമേട് ഇടുക്കിയാണ്. ഇനി ഇൻഡോസിസ് പ്രോജക്റ്റ് കേട്ടിട്ടുണ്ടോ? ഇൻഡോസിസ് അതിൽ തന്നെയുണ്ട്. ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു പദ്ധതിയാണ് ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് ഇൻഡോസിസിൽ ഒരു 1963 വന്ന ഒരു കന്നുകാലി പദ്ധതിയാണ്. അപ്പോൾ കന്നുകാലി എന്ന് പറയുമ്പോഴേ ആട്, മാട് മനസ്സിൽ വരണം. മാട്ടുപ്പെട്ടി ഇടുക്കിയാണ്. അപ്പോൾ ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 1963 വികസിപ്പിച്ചെടുത്ത ഒരു കന്നുകാലി പദ്ധതി, അത് മാട്ടുപ്പെട്ടി ഇടുക്കിയിലാണ് വന്നത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് ഉണ്ട്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് 53 ആണ്. അതായത് ഇൻഡോ നോർവീജിയൻ, ഇന്ത്യയും നോർവേയും കൊണ്ടുവന്ന ഒരു ഫിഷറീസാണ് 53ലാണ് വരുന്നത്. അത് നീണ്ടകര കൊല്ലമാണ്. പെപ്പറിൻ്റെ നമ്മൾ പറഞ്ഞു, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, കണ്ണൂരാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ബ്രൗൺ പ്ലാന്റേഷൻ കണ്ടോ, പഴയ ഒരു ചോദ്യമാണ്. ബ്രൗൺ പ്ലാന്റേഷൻ അഞ്ചരക്കണ്ടി കണ്ണൂർ. അതായത് ഇത് ലോക പ്രശസ്തമായ ഒരു കറുവ തോട്ടമാണ് കേട്ടോ. എന്ത് തോട്ടമാണ്? കറുവ തോട്ടമാണ് അഞ്ചരക്കണ്ടി കണ്ണൂർ. അടുത്ത ഇഞ്ചിയുടെ മെയിൻ കേന്ദ്രം ജിഞ്ചർ റിസർച്ച് സ്റ്റേഷൻ, ഇഞ്ചിയുടെ മെയിൻ ഗവേഷണ കേന്ദ്രം കിടക്കുന്നത് അമ്പലവയൽ വയനാടാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ജിഞ്ചർ റിസർച്ച് എവിടെയുണ്ട്? അമ്പലവയൽ വയനാടെന്ന് ഞാൻ പറഞ്ഞു. ഇനി കോഫിയുണ്ട്, നമ്മുടെ കാപ്പി ഗവേഷണ കേന്ദ്രം കിടക്കുന്നത് ചൂണ്ടൽ വയനാടാണ്. എവിടെയാണ്? ചൂണ്ടൽ വയനാടാണ്. കാപ്പിയുടെ മെയിൻ കേന്ദ്രം ചൂണ്ടൽ വയനാടാണ്. MS സ്വാമിനാഥൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മളൊരു MS സ്വാമിനാഥൻ്റെ നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ് പേര് ആയെന്ന് പറഞ്ഞില്ലേ, അതുപോലെ MS സ്വാമിനാഥൻ്റെ പേരിലുള്ള ഒരു റിസർച്ച് സെൻറ്റർ MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കൽപ്പറ്റ വയനാടാണ്. എന്നാൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ ചെന്നൈയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ചെന്നൈ MS സ്വാമിനാഥൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഫൗണ്ടേഷൻ ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കൽപ്പറ്റ വയനാടാണ്. ഇനി കശുവണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കശുവണ്ടിയുടെ മെയിൻ കേന്ദ്രം ആനക്കയം മലപ്പുറമാണ്. കാഷ്യൂനട്ട് റിസർച്ച് മെയിൻ സെൻറ്റർ ആനക്കയം മലപ്പുറത്തും, എന്നാൽ കാഷ്യൂനട്ടിൻ്റെ റിസർച്ച് സ്റ്റേഷൻ മാടക്കത്തറ തൃശ്ശൂരും എന്ന് നമ്മൾ പറഞ്ഞു. മാടക്കത്തറ തൃശ്ശൂർ. കശുവണ്ടിയുടെ മെയിൻ സ്റ്റേഷൻ കിടക്കുന്നത് മാടക്കത്തറ തൃശ്ശൂർ, മെയിൻ കേന്ദ്രം കിടക്കുന്നത് ആനക്കയം മലപ്പുറത്താണ്. വ്യക്തമല്ലേ? ഇനി റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റർ, മലയാളം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം എന്ന് പറയും. ശ്രദ്ധിക്കണേ, അതായത് കണ്ടോ, പ്രാദേശിക കണ്ടോ, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. കണ്ടോ, അവിടെ ഒരു പ്രാദേശിക കയറി വന്നു. റീജിയണൽ അല്ലാതെ മെയിൻ നോക്കിയേ, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ എന്ന് മാത്രമാണെങ്കിൽ അതിൽ മണ്ണുത്തി കാണും, തൃശ്ശൂർ. ഒരു റീജിയണൽ കയറി വന്ന കണ്ടോ, പ്രാദേശികം. അപ്പോൾ ഉത്തരം മാറും. പ്രാദേശിക ഗവേഷണ കേന്ദ്രം കേരളത്തിൽ 2 ഇടത്തുണ്ട്. മെയിൻ സെൻറ്റർ നമ്മുടെ പീലിക്കോട് കാസർഗോഡും അതിൻ്റെ സ്റ്റേഷൻ അമ്പലവയൽ വയനാടുമുണ്ട്. ഇനി ഈ റീജിയണൽ അഗ്രികൾച്ചറിൻ്റെ ഒരു വിങ് മണ്ണുത്തിയിലുമുണ്ട്. ശ്രദ്ധിക്കണേ, അതായത് മെയിൻ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി എവിടെ? നമ്മുടെ തൃശ്ശൂരാണ് മെയിൻ കേന്ദ്രം. എന്നാൽ റീജിയണൽ കയറി വന്ന റീജിയണലിൻ്റെ മെയിൻ സെൻറ്റർ കിടക്കുന്ന പീലിക്കോട് കാസർഗോഡ്, അതിൻ്റെ സ്റ്റേഷൻ അമ്പലവയൽ വയനാട്, അതിൻ്റെ ഒരു ചെറിയ വിങ് മണ്ണുത്തിയിലും ഉണ്ടെന്ന് ഓർക്കുക. വ്യക്തമല്ലേ? ഇനി ഷുഗർ കെയിൻ, നമ്മുടെ കരിമ്പിൻ്റെ മെയിൻ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയുണ്ട്? തിരുവല്ല പത്തനംതിട്ടയിലുമുണ്ട്, മേനോൻപാറ പാലക്കാടുമുണ്ട്. പാലക്കാട് ചിറ്റൂരിൻ്റെ അടുത്തുള്ള മേനോൻപാറ. അപ്പം നമ്മുടെ ഷുഗർ കെയിൻ്റെ മെയിൻ കേന്ദ്രങ്ങൾ 2 ഇടത്ത് ഓർക്കുക. കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ 2 ഇടത്താണ്, തിരുവല്ല പത്തനംതിട്ടയും മേനോൻപാറ പാലക്കാടും. വ്യക്തമല്ലേ? ഇനി നമ്മുടെ പെസ്റ്റ് മാനേജ്മെൻറ്റ് കേട്ടിട്ടുണ്ടോ? കീടനാശിനി, അതായത് കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻറ്റ്, KCPM എന്ന് പറയും. കേരള സെൻറ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ് KCPM എന്ന് പറയുന്നത്. അത്
ഇരിക്കുന്നത് ആലപ്പുഴയിലാണ്. പെസ്റ്റ് മാനേജ്മെൻറ്റ് കീടനാശിനി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കീടനാശിനിയുടെ കേന്ദ്രം മെയിൻ ഇരിക്കുന്നത് ആലപ്പുഴയിലാണ്. എന്നാൽ സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, അത് നമ്മുടെ ഫരീദാബാദിലാണ് ഇരിക്കുന്നത്. സെൻട്രൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഫരീദാബാദാണ്. ഇനി കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വൈറോളജി സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ്. കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയാണ്. എന്നാൽ അഡ്വാൻസ്ഡ് വൈറോളജി തോന്നയ്ക്കലാണ്. അഡ്വാൻസ്ഡ് വൈറോളജി തോന്നയ്ക്കലാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് വൈറോളജി ആലപ്പുഴ, അഡ്വാൻസ്ഡ് വൈറോളജി തോന്നയ്ക്കൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയാണ്. പൂനെ മറക്കരുത്. വ്യക്തമല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാർഷിക മേഖലയിലെ പദ്ധതികൾ നോക്കാം. കുറച്ച് പദ്ധതികൾ പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള അഗ്രികൾച്ചറൽ സ്കീമുകളാണ്. ഫസൽ ബീമാ യോജന കണ്ടോ. ഫസൽ ബീമാ യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ 2016 കൊണ്ടുവന്ന വിള ഇൻഷുറൻസ് ആണ്. ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. വിള ഇൻഷുറൻസ് എന്ന് ഓർത്തോണേ, ക്രോപ്പ് ഇൻഷുറൻസ് ആണ് കേട്ടോ. 2016 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തതാണ് നമ്മുടെ ക്രോപ്പ് ഇൻഷുറൻസ് ആണ് ഫസൽ ബീമാ യോജന. ഇനി നമ്മുടെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലുണ്ട്, നിങ്ങൾക്കറിയാം DD കിസാൻ. DD കിസാൻ, കിസാൻ TV-യിലെ ദൂരദർശൻ്റെ കീഴിലുള്ള DD കിസാൻ, അത് 2015 മെയ് 26 വന്നു. 2015 മെയ് 26 ടെലിവിഷൻ ചാനൽ കർഷകരുമായി അല്ലെങ്കിൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ടെലിവിഷൻ ചാനൽ ചോദിച്ചാൽ DD കിസാനാണ്. ഇനി ഈ ടെലിവിഷൻ എന്തിൻ്റെ ഉടമസ്ഥതയിലാണ്? ഒരു ദൂരദർശൻ്റെ ഉടമസ്ഥതയിലാണ്. നമ്മുടെ DD കിസാൻ ദൂരദർശൻ ആണ്. DD ദൂരദർശൻ, അതാണ് കിസാൻ. വ്യക്തമല്ലേ? ഇനി നമ്മുടെ ഈ പറഞ്ഞ വെള്ളപ്പൊക്കം വന്ന സമയത്ത് കാർഷിക മേഖല നശിച്ചു. അപ്പോൾ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കാർഷിക മേഖല നശിച്ച സമയത്ത് വെള്ളപ്പൊക്കം വന്ന സമയത്ത് നമ്മുടെ കാർഷിക മേഖല നശിച്ചു. അപ്പോൾ ആ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നു, പുനർജനി. ഏതാണ്? പുനർജനി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒരു പുനർജനിയുണ്ട് കേട്ടോ. ഒരു കാർഷിക മേഖലയിലും ഒരു പുനർജനിയുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുനർജനിയുണ്ട്. വ്യക്തമല്ലേ? അപ്പം വെള്ളപ്പൊക്കം, അതായത് നമ്മുടെ ഫ്ലഡ്, വെള്ളപ്പൊക്ക സമയത്ത് കാർഷിക മേഖല നശിച്ചപ്പോൾ കാർഷിക മേഖലയെ പുനരുജ്ജീവിക്കാൻ കൊണ്ടുവന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ പുനർജനി. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പുനർജനി ഉണ്ടെന്ന് ഓർക്കുക. വ്യക്തമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ മൊത്തം വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് കൊണ്ടുവന്നത്. സംസ്ഥാനം മൊത്തം വിഷരഹിത പച്ചക്കറിയാക്കാൻ വേണ്ടി നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവനം, അതായത് നമ്മുടെ ജീവനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൃഷി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് വിഷരഹിത. സംസ്ഥാനം മൊത്തം ഒരു വിഷരഹിത പച്ചക്കറിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാമാണ് അവർ അഗ്രികൾച്ചർ, അവർ ഹെൽത്ത്, അവർ ലിവ്ലിഹുഡ്. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവനി, അതായത് നമ്മുടെ ജീവനി എന്ന് ഓർത്താടെ കറക്റ്റ് മലയാളം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവനി. നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവനി എന്ന് ഓർത്തോണേ. ഇനി ഇത് സംസ്ഥാനം മൊത്തം കൊണ്ടുവന്നതാണ് നമ്മുടെ ആരോഗ്യം, നമ്മുടെ കൃഷി, നമ്മുടെ ജീവനി. എന്നാൽ എറണാകുളം ജില്ലയിൽ മാത്രം ഇതുപോലെ വിഷരഹിത പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ചോറിനൊരു കൂട്ടാൻ നാടാകെ. അപ്പോൾ വിഷരഹിത പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് നടപ്പിലാക്കിയതാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ. ഇനി നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കാർഷിക മേഖലയിൽ ഒരു പദ്ധതി കൊണ്ടുവന്നു. ഫാമിംഗ് സ്കീം ലോഞ്ച്ഡ് ഫോർ സ്കൂൾ സ്റ്റുഡൻസിന്. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഒരു കാർഷിക പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്, എവ്രി വൺ ടു ദ ഫീൽഡ്. എല്ലാവരും പാടത്തേക്ക് സ്കൂളുകളിൽ കൊണ്ടുവന്ന കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇനി നമ്മുടെ ഈ കോവിഡ് സമയത്ത് ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ. കോവിഡ് സമയത്ത് കൊണ്ടുവന്ന് നമ്മുടെ സ്വയം പര്യാപ്തമാകാൻ, ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി കോവിഡ് സമയത്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം. മറക്കേ ചെയ്യരുത്. 5 വകുപ്പ് സംയുക്തമായിട്ടാണ് ഈ സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കിയത്. ഒന്ന് തദ്ദേശ സ്വയംഭരണം, കാരണം എല്ലാ വില്ലേജ് പഞ്ചായത്തിലും എല്ലായിടത്തും കൊണ്ടുപോകണമല്ലോ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ സുഭിക്ഷ കേരളം പദ്ധതിയിൽ കൈകോർത്ത 5 വകുപ്പ്. ഒന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാർഷിക വകുപ്പുണ്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മത്സ്യബന്ധനമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷീരവികസനമുണ്ട്, ഡയറി ഡെവലപ്മെൻറ്റ്, ക്ഷീരവികസനമുണ്ട്, പിന്നെ മൃഗസംരക്ഷണമുണ്ട്, ആനിമൽ വെൽഫെയറുമുണ്ട്. അപ്പോൾ അതായത് കോവിഡ് സമയത്ത്
ഇങ്ങനെ ഓർത്താൽ മതി. കോവിഡ് സമയത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം. 5 വകുപ്പുകൾ സംയുക്തമായി ചേർത്ത് നടത്തി. ആ വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം, പിന്നെ കാർഷിക കൃഷി വകുപ്പ്, മത്സ്യബന്ധനം, അതുപോലെ തന്നെ ക്ഷീരവികസനം, അതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണം, ഇവരാണ് ചേർന്ന് നടത്തിയത്. ഇനി നമ്മുടെ ഈ കാർഷിക മേഖലയിൽ കർഷകർക്ക് പെൻഷൻ കൊടുക്കണ്ടേ? കർഷകർക്ക് പെൻഷൻ നൽകിയ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതായത് 60 വയസ്സിന് മുകളിൽ കർഷകർക്ക് നൽകുന്ന ആ പെൻഷൻ കിസാൻ അഭിമാൻ, കണ്ടോ, പെൻഷൻ സ്കീമാണ് കിസാൻ അഭിമാൻ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് നൽകുന്ന പെൻഷൻ സ്കീമാണ് കിസാൻ അഭിമാൻ. കർഷകർക്ക് പെൻഷൻ നൽകിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. തന്നെയാണ്. ഇനി കർഷകർക്ക് നമ്മൾ വായ്പ കൊടുക്കുമല്ലോ, ലോണ്, എന്താണ് അത്? ഈ കർഷകർക്ക് നൽകുന്ന പലിശരഹിത ലോൺ എന്ന് പറഞ്ഞാൽ പലിശ ഇല്ലാതെ നൽകുന്ന ലോണിൻ്റെ പേരാണ് ഗ്രീൻ കാർഡ് സ്കീം പദ്ധതി. എന്താണ് ഗ്രീൻ കാർഡ് സ്കീം പദ്ധതി? അതായത് കർഷകർക്ക് നൽകുന്ന പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി. ഗ്രീൻ കാർഡ് പച്ചയാണല്ലോ, അവരൊരു ഗ്രീൻ കാർഡ് കാണിച്ചാൽ അവർക്ക് ലോണ് കിട്ടും പലിശരഹിതമായിട്ട് ഓർത്താൽ മതി. ഇനി കർഷകർക്ക് ഈ കടബാധ്യത മൂലം ഒരുപാട് പേര് പണ്ട് ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി കർഷകർക്ക് ഒരു കടാശ്വാസ കമ്മീഷനുണ്ട്. കാർഷിക കടാശ്വാസ കമ്മീഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് ആനയറയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അഗ്രികൾച്ചറൽ ഡെപ്റ്റ് റിലീഫ് കമ്മീഷനാണ്. കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ ആസ്ഥാനം ഇരിക്കുന്നത് ആനയറ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത്രയും നമ്മൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച സങ്കര ഇനങ്ങൾ പഠിച്ചു, പദ്ധതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ ഈ മേഖലയിൽ നൽകുന്ന അവാർഡുകളാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ മികച്ച അഗ്രികൾച്ചറൽ ഫീൽഡിൽ നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്ക് നോക്കാം. ഏറ്റവും മികച്ച കർഷകൻ, ബെസ്റ്റ് ഫാർമർ അല്ലേ? ഏറ്റവും മികച്ച കർഷകന് കർഷകോത്തമ അവാർഡാണ്. മികച്ച കേര കർഷകനുണ്ട്. നാളികേരം അത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ. മികച്ച കേര കർഷകന് കേരകേസരി പുരസ്കാരം. മികച്ച നാളികേര കർഷകനും കേരകേസരി, കാരണം കേരം തന്നെയാണല്ലോ നാളികേരം. മികച്ച കേര കർഷകനും കേരകേസരി, മികച്ച നാളികേര കർഷകനും കേരകേസരി. മികച്ച മണ്ണ് സംരക്ഷകനുണ്ട്. മണ്ണിൻ്റെ പര്യായം ക്ഷോണിയാണ്. ക്ഷോണി മിത്ര പുരസ്കാരം. മികച്ച മണ്ണ് സംരക്ഷകന് നൽകുന്നതാണ് ക്ഷോണി മിത്ര. മികച്ച കർഷക വനിതയുണ്ട്. മികച്ച കർഷക വനിതയ്ക്ക് കർഷക തിലകമാണ്. മികച്ച കർഷക വനിതയ്ക്ക് കർഷക തിലകം മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്നതാണ്. തീർന്നില്ല. മികച്ച നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കർഷകർ, അതായത് ബെസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുക്കുന്നതാണ്. കർഷകർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിന് കൊടുക്കുന്നതാണ്. അതായത് മികച്ച പട്ടികജാതി പട്ടികവർഗ കർഷകർ എന്ന് പറയുമ്പോൾ അതിലൊരു ജാതി ഉണ്ട്. അപ്പോൾ ജ്യോതി എന്ന് ഓർക്കുക. കർഷക ജ്യോതി പുരസ്കാരം. മറ്റേ പട്ടികജാതി ഓർത്തോണം. മികച്ച യുവ കർഷകൻ, ചെറുപ്പക്കാരന്. മികച്ച യുവ കർഷകന് യുവ കർഷക പുരസ്കാരം തന്നെയാണ് കൊടുക്കുന്നത്. മികച്ച യുവ കർഷകന് യുവ കർഷക പുരസ്കാരം. മികച്ച യുവ കർഷക വനിതയ്ക്ക് യുവ കർഷക വനിതാ പുരസ്കാരം. മികച്ച യുവ കർഷക വനിതയ്ക്ക് യുവ കർഷക വനിതാ പുരസ്കാരം തന്നെയാണ് കൊടുക്കുന്നത്. മികച്ച ഫ്ലവർ കൃഷി ചെയ്യുന്നവർക്ക്, അതായത് നമ്മൾ പറയില്ല മികച്ച പുഷ്പ പരിപാലകൻ, അതായത് ഫ്ലവർ കെയർ ടേക്കർ. മികച്ച പുഷ്പ പരിപാലകന്. പുഷ്പം പൂന്തോട്ടത്താണല്ലോ, പൂന്തോട്ടത്തിൻ്റെ പര്യായം ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം. എന്താണ്? ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരമാണ് മികച്ച പുഷ്പ പരിപാലകന് കൊടുക്കുന്നത്. മികച്ച ക്ഷീരകർഷകനുണ്ട്. ക്ഷീരം എങ്ങനെയാണ്? ധാരധാരയായിട്ടല്ലേ വരുന്നത്? ക്ഷീരധാര. മികച്ച ക്ഷീരകർഷകന് ക്ഷീരധാര പുരസ്കാരം. മികച്ച അഗ്രികൾച്ചറൽ വർക്കർ എന്ന് പറഞ്ഞാൽ മികച്ച കർഷക തൊഴിലാളിക്ക് എന്ത് കൊടുക്കും? മികച്ച കർഷക തൊഴിലാളിക്ക് ശക്തിയായിട്ട് പണിയെടുക്കുന്നത് തൊഴിലാളിയാണല്ലോ. മികച്ച കർഷക തൊഴിലാളിക്ക് ശ്രമശക്തി പുരസ്കാരം. മികച്ച അഗ്രികൾച്ചറൽ ഓഫീസർ, അതായത് മികച്ച കൃഷി ഓഫീസർ കർഷകനുമായിട്ട് മിത്രമായിരിക്കണ്ടേ? കർഷകമിത്ര. മികച്ച കൃഷി ഓഫീസർക്ക് കർഷക മിത്ര പുരസ്കാരം. മികച്ച
മികച്ച കൃഷി ശാസ്ത്രജ്ഞനുണ്ട്. മികച്ച കൃഷി ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ലല്ലോ, ശാസ്ത്രജ്ഞൻ, സയൻറ്റിസ്റ്റ്, നല്ല വിജ്ഞാനമുള്ളവനല്ലേ. കൃഷി വിജ്ഞാൻ പുരസ്കാരം, മികച്ച കൃഷി ശാസ്ത്രജ്ഞന് കൃഷി വിജ്ഞാൻ പുരസ്കാരമാണ് കൊടുക്കുന്നത്. ഏറ്റവും മികച്ച ഫാം ജേർണലിസ്റ്റ് ഉണ്ട്. മികച്ച ഫാം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം കേരളം മീൻസ് ഭാരതം മൊത്തം ഫാം ജേർണലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓർത്തോണേ, മികച്ച ഫാം ജേർണലിസ്റ്റ് എന്ന് പറയും ഭാരതം മൊത്തം ഫാം ജേർണലിസ്റ്റിന് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. കർഷക ഭാരതി പുരസ്കാരം, മികച്ച ഫാം ജേർണലിസ്റ്റിന് കർഷക ഭാരതി പുരസ്കാരം. മികച്ച ഇന്ത്യൻ കർഷകൻ എന്ന് പറയുമ്പോൾ അവൻ കൃഷിയിൽ പണ്ഡിറ്റായിരിക്കും. കൃഷി പണ്ഡിറ്റ് പുരസ്കാരമാണ് മികച്ച ഇന്ത്യൻ കർഷകന് നൽകുന്നത്. മികച്ച പാടം, കണ്ടോ, നമ്മൾ ഫീൽഡിന് കൊടുക്കുന്ന പാഡി ഫീൽഡിന് കൊടുക്കുന്ന മികച്ച പാടശേഖര സമിതിക്ക് കൊടുക്കുന്നത് നെൽക്കതിർ, പാടത്ത് നെല്ലാണല്ലോ, നെൽക്കതിർ പുരസ്കാരമാണ് മികച്ച പാടത്തിന് കൊടുക്കുന്നത്. അടുത്തത് ബെസ്റ്റ് വെജിറ്റബിൾ ഫാർമർ എന്ന് പറഞ്ഞാൽ മികച്ച പച്ചക്കറി കർഷകൻ. പച്ചക്കറി എന്ന് പറയുമ്പോഴേ പച്ചക്കറി ഹരിതമാണല്ലോ, അപ്പോൾ ഹരിത മിത്ര പുരസ്കാരം, ഹരിത മിത്രയാണ് മികച്ച പച്ചക്കറി കർഷകന് കൊടുക്കുന്ന ഹരിത മിത്ര. വ്യക്തമല്ലേ? ഇനി നമ്മുടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GIT പദവി ലഭിച്ച നമുക്ക് നോക്കാം. ഈ GIT പദവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഇടയ്ക്ക് ഒരു പത്രത്തിൽ ന്യൂസ് വന്നതാണ്. എന്താണ്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി റാങ്ക് ഫസ്റ്റ് ഇൻ ദ കൺട്രി തൃശ്ശൂർ, നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ രാജ്യത്തൊന്നാമതെന്ന് പറഞ്ഞൊരു പത്രവാർത്തയൊക്കെ വന്നു. അതായത് നമ്മുടെ മെയിനായിട്ട് നമുക്കറിയാം, നമ്മുടെ കൂടുതലും നമുക്ക് തൃശ്ശൂരുകാരാണ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ വെള്ളാനക്കര ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം മെയിനായിട്ട് നമുക്ക് GIT പദവിയിൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം അവർ പുറത്തിറക്കുന്നതാണ്. അതായത് ഈ ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖലയിൽ മാത്രമല്ല എല്ലാത്തിലും കൊടുക്കും. അതിൽ നിലമ്പൂർ എന്ന് പറയുന്നത് ഓൺലി നോൺ ഫുഡ് ഐറ്റമാണ്. അതായത് PSC ചോദിച്ചാണ്, നിലമ്പൂർ തേക്ക് ഇസ് ദ ഭൗമസൂചിക പദവി ലഭിച്ച നോൺ ഫുഡ് ഐറ്റമാണ്. അതായത് എന്താണ്, ഭക്ഷ്യവർഗമല്ലാത്ത സംഭവം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നിലമ്പൂർ തേക്ക് വൃക്ഷം, നിലമ്പൂർ തേക്കിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കേരളത്തിൽ ഏകദേശം 35 ഐറ്റത്തിന് മുകളിൽ 35 ഉൽപ്പന്നത്തിന് മുകളിൽ എന്ത് കിട്ടിയിട്ടുണ്ട്, ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും മുന്നിൽ ഭൗമസൂചികയിൽ ഇന്ത്യയിൽ നിൽക്കുന്നത് ഫസ്റ്റ് പ്ലേസ് നിൽക്കുന്നത് നമ്മുടെ കർണാടകയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാടാണ്. 45 ഐറ്റത്തോടെ ഏകദേശം 45 ഐറ്റത്തിൽ കൂടുതൽ ഏകദേശം നമ്മുടെ കർണാടക മുന്നിൽ. അത് കഴിഞ്ഞ 41 ഇനത്തോടെ തമിഴ്നാടുണ്ട്. മൂന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളം, 35 ഐറ്റത്തോടെ കേരളം നിൽക്കുവാണ്. ഇതെല്ലാം ഈ GIT എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഭൗമ സൂചിക പദവി 2004 രാജ്യത്ത് നൽകി തുടങ്ങിയത്. 2004 ഇതിനു വേണ്ടി ഒരു സെല്ലൊക്കെ ആദ്യം കൊണ്ടുവന്നു, ഒരു വകുപ്പൊക്കെ കൊണ്ടുവന്നു. അതിന് നമുക്കൊരു മലയാളിയായ ഒരു ഡോക്ടർ LC എന്ന് പറഞ്ഞ ഒരു മാഡം പ്രവർത്തിച്ചിട്ടുണ്ട്, വകുപ്പിലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, 2004 രാജ്യത്ത് ഭൗമസൂചിക പദവി നൽകി തുടങ്ങിയത്. ആദ്യമായിട്ട് രാജ്യത്ത് ഭൗമസൂചിക പദവി 2004 ഒന്നാം റാങ്ക് കിട്ടിയത് ഡാർജിലിംഗ് തേയിലയ്ക്കാണ്. മറക്കരുത്, ഡാർജിലിംഗ് തേയിലയ്ക്കാണ് ഈ 2004 ആദ്യമായിട്ട് രാജ്യത്ത് ഭൗമസൂചിക പദവി ലഭിച്ചത്. രണ്ടാം സ്ഥാനം ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളാണ്. രണ്ടാം സ്ഥാനം വെസ്റ്റ് ബംഗാളിൻ്റെ തന്നെയാണ്. വെസ്റ്റ് ബംഗാൾ പ്രോഡക്ട്സിനൊക്കെ രണ്ടാമത്തെ റാങ്കും ഭൗമസൂചികയ്ക്ക് കിട്ടി. അതിൽ മൂന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ കേരളത്തിലാണ്. 2004 ഭൗമസൂചിക പദവി രാജ്യത്ത് നൽകുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ കേരളത്തിലെ ആറന്മുള കണ്ണാടിയാണ്. കണ്ടോ, അതായത് തേർഡ് ഐറ്റം നമുക്ക് രാജ്യത്തിന് കിട്ടിയത് ഏതാണ്, നമ്മുടെ ആറന്മുള കണ്ണാടിക്കാണ്. അപ്പോൾ 2004 ആറന്മുള കണ്ണാടിക്ക് ഭൗമസൂചിക കിട്ടുന്നത്. ഇനി നമ്മുടെ 2001 വകുപ്പ് വന്നെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിന് പിന്നിൽ ഒരു ലേഡി പ്രവർത്തിച്ചെന്ന് ഞാൻ പറഞ്ഞു, ഡോക്ടർ CR LC. അവരായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ആദ്യത്തെ ഹെഡായിരുന്നു, റിട്ടയർഡായി. ഇപ്പോഴും അവർ ഇതിൽ സജീവമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഏകദേശം കാർഷിക മേഖലയിൽ 129ഓളം ഐറ്റത്തിന് തന്നെ നമുക്ക് ഭൗമസൂചിക കാർഷിക മേഖലയിലാണ്, അല്ലാതെ മൊത്തത്തിലുണ്ട്. 129 ഐറ്റത്തിന് തന്നെ കാർഷിക മേഖലയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാർഷിക മേഖല പഠിക്കുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട കാർഷിക മേഖലയിൽ കിട്ടിയതൊക്കെ നോക്കാം. പൊക്കാളി അരി, നമ്മൾ അരി ഇനത്തിൽ പൊക്കാളി അരിക്ക് കിട്ടി, കൈപ്പാട് അരിക്ക് കിട്ടി, വയനാടൻ ജീരകശാല, വയനാടൻ ഗന്ധകശാല, ഇതെല്ലാം അരിയാണ്. ഞവര അരിക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഞവര അരിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങിൻ പൂത്താല അരിക്ക് കിട്ടിയിട്ടുണ്ട്. ഞവര ഔഷധ നെല്ലിനും ഞവരയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പാലക്കാടൻ മട്ടയ്ക്ക് ഇതിനൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഭൗമസൂചിക കിട്ടിയ അരി ഇനങ്ങളാണ്. ഇനി വാഴക്കുളം കൈതച്ചക്ക, നമ്മൾ നേരത്തെ പറഞ്ഞു വാഴക്കുളം കൈതച്ചക്കയ്ക്ക്, ചെങ്ങോലിക്കോടൻ നേന്ത്രക്കായ,
പഴത്തിന് ചെങ്ങോലിക്കോടന് കിട്ടി, മറയൂർ ശർക്കരയ്ക്ക് കിട്ടിയിട്ടുണ്ട്, മധ്യ തിരുവിതാംകൂർ ശർക്കരയിൽ 2 കിട്ടി, മറയൂർ ശർക്കരയ്ക്കും കിട്ടി, മധ്യ തിരുവിതാംകൂർ ശർക്കരയ്ക്കും കിട്ടി, നിലമ്പൂർ തേക്കിന് കിട്ടി, മരത്തിൽ നിലമ്പൂർ തേക്ക് കിട്ടി, തിരൂർ വെറ്റിലയ്ക്ക് കിട്ടി, എടയൂർ മുളകുണ്ട്, എടയൂർ മുളകിനുണ്ട്, കുറ്റ്യാട്ടൂർ മാങ്ങ, ഒളോർ മാങ്ങ, അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, ലാസ്റ്റൊക്കെ കിട്ടിയതാണ്, പത്രത്തിൽ വന്നതാണ്. അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അട്ടപ്പാടി തുവര, കൊടുങ്ങല്ലൂർ പൊട്ടു വെള്ളരിക്ക് കിട്ടി, കൊടുങ്ങല്ലൂർ പൊട്ടു വെള്ളരി, കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളിക്ക് കിട്ടി, അതുപോലെ തന്നെ ഓണാട്ടുകര എള്ളിന് കിട്ടി. ഇതെല്ലാം പ്രധാനമായിട്ടും കേരളത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ഇതിൽ 5 ലാസ്റ്റ് കിട്ടി, അതാണ് നമ്മുടെ അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, അട്ടപ്പാടി തുവര, ഓണാട്ടുകര എള്ള്, കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി. ഇതിനെല്ലാം GIT ലാസ്റ്റ് കിട്ടിയതാണ്. അതിൽ അതായത് ഭൗമസൂചിക പദവി ദേശപരമായോ പാരമ്പര്യപരമായോ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്നതാണ് ഈ നമ്മുടെ ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഭൗമസൂചിക പദവി എന്ന് പറയുന്നത്. അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര എന്ന് പറയുന്നത് കണ്ട ആടിൻ്റെ കൊമ്പ് പോലെ ഒരു വയലറ്റ് കളറിലിരിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള വേര് സസ്യമാണ് ഈ അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര എന്ന് പറയുന്നത് കേട്ടോ. അത് എന്താണ്, ഡയബറ്റീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ പ്രിവെൻറ്റിങ് ഡയബറ്റീസ്. ഇതൊക്കെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇതിന് എന്ത് കൊടുത്തത്, അട്ടപ്പാടി ആട്ടുകൊമ്പ് അമരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചത്. അതുപോലെ തന്നെ അട്ടപ്പാടി തുവര എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ തുവര മണികളെയും കാട്ടി വലിപ്പം കൂടിയതും ന്യൂട്രിയൻസും പ്രോട്ടീനും അന്നജവും ഇതെല്ലാം ഉണ്ടെന്ന് കണ്ടെത്തിയതും കൊണ്ടാണ് അട്ടപ്പാടി തുവരയ്ക്ക് എന്ത് കൊടുത്തത്, ഭൗമസൂചിക കൊടുത്തത്. കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളിക്ക് ക്യാൻസർ പോലുള്ള അതീവ മാരക രോഗങ്ങളെ ചേർത്ത് നിർത്തുന്ന അല്ലിസിൻ പോലുള്ള സംഭവങ്ങൾ ഏതിൽ കണ്ടെത്തിയിട്ടുണ്ട്, നമ്മുടെ ഈ കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളിയിൽ കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ടാണ് കാന്തള്ളൂർ വട്ടവട വെളുത്തുള്ളിക്കും എന്ത് കിട്ടിയിട്ടുള്ളത്, ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ, മറന്നു പോകരുത്. ഓണാട്ടുകര എള്ളെന്ന് പറയുന്നത് ബ്യൂട്ടി വിറ്റാമിൻ, വൈറ്റമിൻ ഇ, അതായത് നമ്മുടെ വൈറ്റമിൻ ഇ ഇല്ലേ, ബ്യൂട്ടി വിറ്റാമിൻ, അത് അടങ്ങിയിട്ടുണ്ട്. അപൂരിത കൊഴുപ്പ്, ഇതെല്ലാം നമ്മുടെ ഓണാട്ടുകര എള്ളിനുണ്ട്, അതുകൊണ്ടാണ് കൊടുത്തത്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി എന്ന് പറയുന്ന ഈ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജ്യൂസായിട്ടും അല്ലാതെയും ഉപയോഗിക്കാം. വൈറ്റമിൻ സി, കാൽഷ്യം, വൈറ്റമിൻ സി, കാൽസ്യം, അതുപോലെ തന്നെ ഫൈബർ, ഫാറ്റ് ഇതെല്ലാം കൂടുതൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിക്കും എന്ത് കിട്ടിയത്, ഭൗമസൂചിക പദവി ലഭിച്ചത്. ഇതുകൂടാതെ പാലക്കാട് മദ്ദളത്തിന് കിട്ടിയിട്ടുണ്ട്, ഓർത്തോണേ. പാലക്കാട് മദ്ദളത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇനിയും ഉണ്ട്, നമ്മുടെ സാരി ഇനത്തിലൊക്കെ ഉണ്ട്. ഇതിപ്പം ഞാൻ കാർഷിക മേഖല ആയതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ പറഞ്ഞാണ്. നമ്മുടെ തുണിത്തരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാസർഗോഡ് സാരി, കുത്താമ്പുള്ളി സെറ്റുമുണ്ടും, ചേന്നമംഗലം സെറ്റുമുണ്ടും, അതുപോലെ തന്നെ നമ്മുടെ ബാലരാമപുരം കൈത്തറി, ആലപ്പുഴ കയറ്, വെങ്കലം പാത്രങ്ങൾ വിളക്കി നിർമ്മിക്കാൻ ഒരു ചിരട്ട ഉൽപ്പന്നത്തിന് കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭൗമസൂചിക പദവി ലഭിച്ച സംഭവങ്ങളാണ്. സാരി ഇനത്തിൽ കാസർഗോഡ് സാരി, കുത്താമ്പുള്ളി സാരി, ചേന്നമംഗലം സെറ്റുമുണ്ടും, ഓർത്തോണം ബാലരാമപുരം കൈത്തറി, ഇതിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാപ്പി ഇനത്തിൽ അറബിക്ക കാപ്പി, റോബസ്റ്റ കാപ്പി. കാപ്പി ഇനത്തിൽ ഭൗമസൂചിക അറബിക്ക കാപ്പി, റോബസ്റ്റ കാപ്പി. മലബാർ അറബിക്ക, മലബാർ റോബസ്റ്റ കാപ്പിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുരുമുളകിൽ നമ്മൾ പറഞ്ഞു മലബാർ കുരുമുളകിന് കിട്ടി. ഏലത്തിൽ നമ്മൾ പറഞ്ഞു ആലപ്പി ഗ്രീൻ ഏലത്തിന് കിട്ടിയിട്ടുണ്ട്, ഓർത്തോണം. വയനാടൻ ഗന്ധകശാല, വയനാടൻ ജീരകശാലയൊക്കെ ഞാൻ പറഞ്ഞു, ഓർത്തോണം. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ കയർ ഞാൻ എടുത്തു പറഞ്ഞു, ആലപ്പുഴ കയറൊക്കെ ഓർത്തോണം കേട്ടോ. ഇതെല്ലാം പാലക്കാട് മദ്ദളം, ഇതെല്ലാം ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. കാർഷിക മേഖല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. എന്ത് വന്നാലും ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ, ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. പഠിച്ചു വെക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ല രീതിയിൽ പഠിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം. കേരള ജോഗ്രഫിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായിട്ട് ഒരു ജലഗതാഗതത്തെക്കുറിച്ചൊക്കെ ചോദിക്കും. ജലഗതാഗതം, NH, അതുപോലെ തന്നെ ചുരം, നാഷണൽ പാർക്ക്, ഇതൊക്കെ ഓർത്തിട്ട് പോകണം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെല്ലാം വ്യക്തമല്ലേ? ശരി, നമ്മളിപ്പോൾ അഗ്രികൾച്ചറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. മണ്ണിൽ നിന്നൊക്കെ നല്ല ചോദ്യങ്ങൾ വരാം കേട്ടോ. വന്യജീവി സങ്കേതമൊക്കെ വരാം. സ്ഥിരം വിവരിച്ചും വന്യജീവി ദേശീയ ഉദ്യാനമൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഓർക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാർഷിക മേഖലയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. നമുക്കിനി പുതിയൊരു ക്വസ്റ്റ്യൻ മോഡൽ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.